ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CMA ഇൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ സ്റ്റഡി നോട്ട് 1ൻ്റെ 3rd ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സാധാരണയായിട്ട് ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് T ഫോമിലാണ്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്നും പറയും. നമുക്കറിയാം അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അക്കൗണ്ടിങ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുക എന്ന്. അപ്പോൾ ഒരു ജേർണൽ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കാം? അതിനായിട്ട് നമുക്ക് 2 അപ്രോച്ചസ് ആണുള്ളത്. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന 2 അപ്രോച്ചസ്. ഫസ്റ്റ് അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച്. സെക്കൻഡ് ബ്രിട്ടീഷ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് അമേരിക്കൻ അപ്രോച്ച്. അമേരിക്കൻ അപ്രോച്ചിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു 5 ക്രൈറ്റീരിയയെ ബേസ് ചെയ്താണ്. ഫസ്റ്റ്, അതൊരു അസറ്റ് അക്കൗണ്ട് ആണോ, ലയബിലിറ്റി അക്കൗണ്ട് ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ, ഇൻകം അക്കൗണ്ട് ആണോ, അതെയോ എക്സ്പെൻസ് അക്കൗണ്ട് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ, ഇൻക്രീസ് ഇൻ അസറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ആണെങ്കിൽ ആ അക്കൗണ്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇനി ഡിക്രീസ് ഇൻ അസറ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ആണെങ്കിൽ ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ലയബിലിറ്റിയുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഇൻകമിൻ്റെ കേസ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഇൻകം ഇത് ഡെബിറ്റ് ചെയ്യും. ഇനി ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ, ഇൻക്രീസ് ഇൻ ഇൻകം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. നമുക്കൊരു ഇലുസ്ട്രേഷൻ നോക്കാം, അപ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആകും. ഫസ്റ്റ്, ഒരു ബിസിനസ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ 2 അക്കൗണ്ട് ആണുള്ളത്, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷും ഇൻക്രീസ് ചെയ്തു, ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ക്യാഷ്, ഇൻക്രീസ് ഇൻ അസറ്റ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗുഡ്സ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും, അതുപോലെ ക്യാഷ് ഡിക്രീസ് ചെയ്യും. സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതൊരു ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ സ്റ്റോക്ക്, ഇൻക്രീസ് ഇൻ അസറ്റ്, അതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് അവിടെ ഡിക്രീസ് ചെയ്തപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നമ്മൾ സെയിൽ നടത്തുമ്പോൾ ക്യാഷ് കിട്ടും, അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അതുപോലെ നമ്മുടെ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസ് ഇൻ ക്യാഷ് അസറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്രീസ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഡിക്രീസ് ഇൻ സ്റ്റോക്ക് അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്തുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, പെയ്ഡ് സാലറി. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ അതൊരു എക്സ്പെൻസ് ആണ്, നമ്മുടെ ക്യാഷ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക, അതുകൊണ്ട് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അതുപോലെ ക്യാഷ് ഡിക്രീസ് ചെയ്തപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്തതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അതൊരു ഇൻകം ആണ്, ഇൻകം ഇൻക്രീസ് ചെയ്തു, അതുപോലെ ക്യാഷും ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ ക്യാഷ് അസറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻക്രീസ് ആണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇൻക്രീസ് ഇൻ ഇൻകം നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക, അതുകൊണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ വൈ. നമ്മൾ പർച്ചേസ് നടത്തി, ക്രെഡിറ്റ് ടേംസിലാണ് പർച്ചേസ് നടത്തിയത് മിസ്റ്റർ വൈയുടെ അടുത്തുനിന്ന്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ടേമിൽ പർച്ചേസ് നടത്തുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു പർച്ചേസിൽ, അതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ലയബിലിറ്റി ഉണ്ട്, വൈക്ക് നമ്മൾ ഫ്യൂച്ചറിൽ ക്യാഷ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, അപ്പോൾ നമ്മുടെ ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് അസറ്റ് അക്കൗണ്ട് ആണ്, അപ്പോൾ അത് ഇൻക്രീസ് ഇൻ അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അതുപോലെ വൈക്ക് നമ്മളൊരു ലയബിലിറ്റി ഉണ്ട് പൈസ കൊടുക്കാനായിട്ട്, അതുകൊണ്ട് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, അതുകൊണ്ട് വൈ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ,
പെയ്ഡ് റെൻറ്റ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്. പേഴ്സണൽ ക്യാഷ് യൂസ് ചെയ്ത് നമ്മൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് പേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ അവിടെ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ആണ്. റെൻറ്റ് പേ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ട് റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ പേഴ്സണൽ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് പേ ചെയ്തത്. അപ്പോൾ നമുക്കതൊരു ബിസിനസ്സിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് അപ്രോച്ചാണ് നമ്മുടെ ബ്രിട്ടീഷ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഗോൾഡൻ റൂൾസ് എന്നറിയപ്പെടുന്നത്. ഇത് പ്രകാരം അക്കൗണ്ട്സിലെ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. അക്കൗണ്ട്സിനെ നമുക്ക് മെയിനായി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടും. പേഴ്സണൽ അക്കൗണ്ടിങ്ങിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം: നാച്ചുറൽ പേഴ്സൺസ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. അതുപോലെ ഇംപേഴ്സണൽ അക്കൗണ്ട്സിനെയും നമുക്ക് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: റിയൽ അക്കൗണ്ട്സും നോമിനൽ അക്കൗണ്ട്സും. അപ്പോൾ ഈ അക്കൗണ്ട്സ് ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് അതിൻ്റെ നെയിം പറയുന്നത് പോലെ പേഴ്സൺസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൽ ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ പേഴ്സൺസ്. നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ അക്കൗണ്ട്സ്. എക്സാമ്പിൾ സുരേഷ് അക്കൗണ്ട്, അനിൽ അക്കൗണ്ട്, റെയിൻസ് അക്കൗണ്ട്, അങ്ങനെ ഉള്ള അക്കൗണ്ട്സ്. നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്സ്, AOP, പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺസിൻ്റെ അക്കൗണ്ട്സ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫോസിസ് ടെക്നോളജി അക്കൗണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ് അക്കൗണ്ട്, ABC ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോഡി കോർപ്പറേറ്റ്സിൻ്റെയും AOPയുടെയും പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെയൊക്കെ അക്കൗണ്ട്സ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന അക്കൗണ്ടാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറി പേയബിൾ അക്കൗണ്ട്, റെൻറ്റ് പേയബിൾ അക്കൗണ്ട്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് തുടങ്ങിയ അക്കൗണ്ട്സ് ആണ്. അതൊക്കെ ഒരു പേഴ്സൺ ആണ് നമ്മൾ ആ ക്യാഷ് കൊടുക്കാനുള്ളത്. സാലറി അല്ലെങ്കിൽ റെൻ്റൊക്കെ പേ ചെയ്യുന്നത് ഒരു പേഴ്സൺ ആണ്. പക്ഷേ ആ പേഴ്സൻ്റെ പേരിലല്ല നമ്മൾ അക്കൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാലറി കൊടുക്കാനുള്ളതുകൊണ്ട് സാലറി പേയബിൾ അക്കൗണ്ട് എന്നാണ്. അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ് റിയൽ അക്കൗണ്ട്സ്. റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. ഇതിനെ അതിൻ്റെ എക്സിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ടാഞ്ചിബിൾ റിയൽ അക്കൗണ്ടും ഉണ്ട്, ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ടും ഉണ്ട്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള, നമുക്ക് കാണാനും തൊടാനും എല്ലാം കഴിയുന്ന അസറ്റ്സിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ റിയൽ അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് മെഷീനറി അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, വെഹിക്കിൾ അക്കൗണ്ട് എല്ലാം. ഇനി നെക്സ്റ്റാണ് ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട്. ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, പക്ഷെ അതിനൊരു മണി വാല്യൂ ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ് വിൽ അക്കൗണ്ട്, ട്രേഡ് മാർക്ക് അക്കൗണ്ട്, പേറ്റൻറ്റ് ആൻഡ് കോപ്പിറൈറ്റ് അക്കൗണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അക്കൗണ്ട് തുടങ്ങിയ അക്കൗണ്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് നോമിനൽ അക്കൗണ്ട്. എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഇൻകം ഗെയിൻ ഈ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സ് ആണ് നോമിനൽ അക്കൗണ്ട്സ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാലറി ആൻഡ് വേജസ് അക്കൗണ്ട്, റെൻ്റ് ഓഫ് ഫ്രേറ്റ്സ് അക്കൗണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, ലോസ് ബൈ ഫയർ അക്കൗണ്ട് തുടങ്ങിയ അക്കൗണ്ട്സ്. ഒന്നല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ ലോസ് ആയിട്ട്, അല്ലെങ്കിൽ ഗെയിൻ ആയിട്ട്. ഈ 4 കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സ് ആണ് നോമിനൽ അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് എന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അക്കൗണ്ട്സിൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ നമുക്കുള്ളത് നാച്ചുറൽ പേഴ്സൺസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ട്. ഈ കേസിലാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. റിസീവ് ചെയ്യുന്ന ആൾ ഡെബിറ്റ് ചെയ്യുക, റിസീവ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, അതുപോലെ കൊടുക്കുന്ന ആളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് റിയൽ അക്കൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ, റിയൽ അക്കൗണ്ട് അറിയാം അസറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഡെബിറ്റ് വാട്ട്സ് കംസ് ഇൻ ടു ബിസിനസ് ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റ്സിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, അതുപോലെ ബിസിനസ്സിൽ നിന്നും അസറ്റ്സ് പോവുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിലൊക്കെ അതിന് നമ്മൾ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ഓർ ഗെയിൻ. എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് ആണെങ്കിൽ ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്കിനി ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. അസർട്ടൈൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അണ്ടർ ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് അപ്രോച്ച് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസിൽ ഡെബിറ്റും ക്രെഡിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം ഇല്ലുസ്ട്രേഷൻ തന്നെയാണ്. അമേരിക്കൻ അപ്രോച്ചിലായിരുന്നു ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ ബ്രിട്ടീഷ് അപ്രോച്ച് അനുസരിച്ച് എങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. രണ്ട് അപ്രോച്ചസ് യൂസ് ചെയ്താലും നമ്മുടെ റിസൾട്ട് സെയിം ആണ്. സെയിം അക്കൗണ്ട് തന്നെയാണ് ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. പക്ഷെ നമ്മൾ ആ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് ഒരു റിയൽ അക്കൗണ്ടാണ്, ക്യാഷ് ഒരു അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ടുമാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ കേസിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗീവ്സ്. അപ്പോൾ ക്യാഷ് വരികയാണ്, അപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ അതിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കേസിൽ നമ്മൾ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അപ്പോൾ അയാൾ കൊടുക്കുകയാണ്, അതുകൊണ്ട് ആ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷ് ടേംസിൽ പർച്ചേസ് നടത്തുകയാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ് അവിടെ ഉള്ളത്. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോമിനൽ അക്കൗണ്ടാണ്. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതൊരു നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിൽ നമ്മൾ എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യും, ഇൻകവും ഗെയിനും ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. ഇവിടെ ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ്, ക്യാഷ് അസറ്റാണ്, അപ്പോൾ അത് റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് പോവാണ്, ഗോസ് ഔട്ടാണ്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ സെയിൽ നടത്തുകയാണ്. അപ്പോൾ അവിടെ രണ്ട് അക്കൗണ്ടാണുള്ളത്, ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടാണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻകം അക്കൗണ്ടാണ്, അതുകൊണ്ട് ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ കേസിൽ റിയൽ അസറ്റ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യാഷ് നമുക്ക് കിട്ടുവാണ്, ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് ആ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി നോമിനൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഇൻകം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. ഇവിടെ സെയിൽസ് അക്കൗണ്ട് അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി ആണ്. സാലറി നമ്മൾ പേ ചെയ്തു. അപ്പോൾ അവിടെ രണ്ട് അക്കൗണ്ട്സ് ആണുള്ളത്, സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്, അതുകൊണ്ട് ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിൽ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ്, അപ്പോൾ അസറ്റ് ഗോസ് ഔട്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് അക്കൗണ്ടാണുള്ളത്, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് നമുക്കറിയാം അസറ്റ് അക്കൗണ്ടാണ്, റിയൽ അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതൊരു ഇൻകമാണ്, അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടാണ്. ഇനി റിയൽ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ കേസിൽ ക്യാഷ് വരികയാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഇൻകം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, അതുകൊണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷനാണ് ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ വൈ. മിസ്റ്റർ വൈയുടെ അടുത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് പിന്നീടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് അക്കൗണ്ടാണുള്ളത്, പർച്ചേസ് അക്കൗണ്ടും വൈസ് അക്കൗണ്ടും. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്, അതൊരു എക്സ്പെൻസ് അക്കൗണ്ടാണ്, അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി വൈഡ് അക്കൗണ്ട്, വൈ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആണ്, നാച്ചുറൽ പേഴ്സൺ ആണ്, അതുകൊണ്ട് നാച്ചുറൽ പേഴ്സൺ ആയതുകൊണ്ട് അത് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ ആണ്. ഇവിടെ വൈ എന്ന് പറയുന്നത് കൊടുക്കുന്ന ആളാണ്, ഗുഡ്സ് കൊടുക്കുന്ന ആളാണ്, അതുകൊണ്ട് വൈയെ നമ്മൾ ഗീവർ എന്ന് പറഞ്ഞു, അതുകൊണ്ട് വൈഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ്
പെയ്ഡ് റെൻറ്റ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്. അപ്പോൾ അവിടെ 2 അക്കൗണ്ട്സ് ആണുള്ളത്. റെൻറ്റ് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. റെൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിൽ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മളത് ഡെബിറ്റ് ചെയ്യും, അതുകൊണ്ട് റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ബിസിനസ്സിൻ്റെ ഓണറാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പേഴ്സണൽ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയും. പേഴ്സണൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. ഇവിടെ ആ ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഓണർ ഗീവറാണ്, അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2 അപ്രോച്ചസും അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസും. ഇനി നെക്സ്റ്റ് നമുക്കൊരു വേറൊരു കോൺസെപ്റ്റ് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആണിത്. ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണ്. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ച് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. First, prepare an accounting equation from the following transaction in the books of Mr. X for January 2013. First, invested capital in the firm 20,000. 20,000 ക്യാപിറ്റൽ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. അപ്പോൾ ഫേമിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ 20,000 അസറ്റാണ്. നമ്മുടെ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് ഒരു അസറ്റാണ്, അപ്പോൾ ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഈ 20,000 അപ്പർ സൈഡിലുള്ള എഫക്റ്റാണ്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു 20,000 ഇൻക്രീസ് ആവും. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ദാസ് ആൻഡ് കോ ഫോർ 2,000 ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ്. പർച്ചേസ് നടക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ദാസ് ആൻഡ് കോയുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റ് ടേംസ് ആണ്, അപ്പോൾ അവിടെ ഒരു ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അസറ്റ് അക്കൗണ്ടിലും 2,000 ഇൻക്രീസ് ചെയ്തു, ലയബിലിറ്റീസ് അക്കൗണ്ടിങ്ങിലും 2,000 ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് ബോട്ട് പ്ലാൻ ഫോർ ക്യാഷ് 8,000. അപ്പോൾ നമ്മൾ ക്യാഷ് 8,000 കൊടുത്ത് ഒരു പ്ലാന്റ് വാങ്ങി. അപ്പോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു, 8,000 ഇൻക്രീസ് ചെയ്തു അസറ്റിൽ. അതുപോലെ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ക്യാഷ് ഡിക്രീസ് ചെയ്തു, അപ്പോൾ അസറ്റ് അക്കൗണ്ടിങ്ങിൽ 8,000 ഡിക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,000. നമ്മൾ 4,000 കൊടുത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു, 4,000 അസറ്റ് അക്കൗണ്ടിങ്ങിൽ 4,000 ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ഡിക്രീസ് ചെയ്തു, 4,000 ഡിക്രീസും ഉണ്ടായി. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 6,000. അതിൽ കോസ്റ്റ് 4,000ഉം പ്രോഫിറ്റ് 2,000ഉം. അപ്പോൾ അവിടെ ഗുഡ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോക്കിലൊരു 4,000 ഡിക്രീസ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെയിൽ നടത്തി, നമുക്ക് ക്യാഷ് ഒരു 6,000 കിട്ടി. 6,000 ക്യാഷ് അസറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ഒരു 2,000 ആഡ് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് ടു ദാസ് ആൻഡ് കോ ഇൻ ക്യാഷ് 1,000. അത് നമ്മൾ ദാസ് ആൻഡ് കോയ്ക്ക് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി. നേരത്തെ ഒരു പർച്ചേസ് നടത്തിയത് ക്രെഡിറ്റ് ടേംസിലായിരുന്നു, അപ്പോൾ അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ അസറ്റ് അക്കൗണ്ടിൽ ഡിക്രീസ് ഉണ്ടായി, നമ്മുടെ ക്യാഷ് കുറഞ്ഞു 1,000 രൂപ, അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്തു. അതുപോലെ നമുക്കൊരു ലയബിലിറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ ലയബിലിറ്റിയിലും ഒരു 1,000 rupees ഡിക്രീസ് ഉണ്ടായി. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് റിസീവ്ഡ് ഫ്രം ബി ബാനർജി 300 ബീങ് എ ഡോക്ടർ. നമുക്ക് ബാനർജിയുടെ കയ്യിൽ നിന്ന് 300 രൂപ കിട്ടി. അപ്പോൾ 300 രൂപ കിട്ടിയപ്പോൾ നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്തു 300 രൂപ. അതുപോലെ തന്നെ നമ്മുടെ അസറ്റിലൊരു ഡിക്രീസും ഉണ്ടായി 300 രൂപ. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷനാണ് പെയ്ഡ് സാലറി 6,000. 6,000 രൂപ നമ്മൾ സാലറി പേ ചെയ്തു. സാലറി പേ ചെയ്തപ്പോൾ നമ്മുടെ അസറ്റിൽ ക്യാഷ് കുറഞ്ഞു, അസറ്റിലൊരു 6,000 ഡിക്രീസ് ഉണ്ടായി. അതുപോലെ നമുക്ക്
ക്യാപിറ്റൽ അക്കൗണ്ടിങ്ങിലും ഒരു 6000 രൂപ ഡിക്രീസ് ഉണ്ടായി. ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അവിടെ ഒരു 6000 രൂപ ഡിക്രീസ് ആയി. അത് നമ്മുടെ P&L റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് റിസീവ്ഡ് ഇൻട്രസ്റ്റ് 5000 റുപ്പീസ് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ഒരു 5000 രൂപ ഇൻക്രീസ് ആവും. അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിങ്ങിൽ ഇൻകം P&L ഇൻകം വരും, അപ്പോൾ ക്യാപിറ്റൽ ഒരു 5000 രൂപ ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്ന ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് വേജസ് 3000. വേജസ് 3000 പേ ചെയ്തു. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ടാണ്, P&L റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിങ്ങിൽ ഒരു 3000 രൂപ ഡിക്രീസ് വന്നു. അതുപോലെ ക്യാഷ് കൊടുത്തു, അപ്പോൾ അസറ്റ് അക്കൗണ്ടിങ്ങിലും ഒരു 3000 രൂപ ഡിക്രീസ് വന്നു. അപ്പോൾ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നൊരു കോൺസെപ്റ്റാണ് accrual basis and cash basis of accounting. accrual basis of accounting-ൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ് ആ ട്രാൻസാക്ഷൻസ് ഇൻക്വയർ ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലായിരിക്കും. റവന്യൂ, കോസ്റ്റ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇതൊക്കെ ഏത് പീരിയഡിലാണോ ആ എക്സ്പെൻസ് ഇൻക്വയർ ചെയ്യുന്നത് ആ പീരിയഡിലായിരിക്കും അക്കൗണ്ടിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടന്ന അല്ലെങ്കിൽ ക്യാഷ് റിസീപ്റ്റ്, ആക്ച്വൽ പേയ്മെൻറ്റ് റിസീപ്റ്റ് നടന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇതാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയൊരു മിക്സാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നൊരു സിസ്റ്റം അല്ല, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഇത് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെയും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെയും ഒരു മിക്സാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇൻകം എല്ലാം ക്യാഷ് ബേസിസിൽ റിക്കഗ്നൈസ് ചെയ്യും. അതുപോലെ എക്സ്പെൻസസ് ആണെങ്കിൽ അത് അക്രൂവൽ ബേസിസിലായിരിക്കും റിക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ക്യാഷ് കിട്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം അത് ഏത് പീരിയഡിലാണ് എന്ന് നോക്കാതെ നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ എക്സ്പെൻസിൻ്റെ കേസിൽ ക്യാഷ് പിന്നെയാണ് കിട്ടുന്നതെങ്കിലും ഇപ്പോഴാണ് കിട്ടുന്നതെങ്കിലും എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ സമയത്ത് തന്നെ ആ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യും. ഇതാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിനി അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാണ്. ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഅക്രൂഡ് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഇത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പ്രീപെയ്ഡ് എക്സ്പെൻസസും അൺഅക്രൂഡ് ഇൻകവും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ ഈ ടേംസ് ഒന്നും എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മളപ്പോൾ അവിടെ പേ ചെയ്തതായിട്ട് കാണിക്കത്തില്ല, P&L ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നില്ല. അതുപോലെ അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു റിലേറ്റീവ്ലി ഹയർ ഇൻകം നമുക്ക് കിട്ടിയതിലും കൂടുതൽ ഈ ഒരു പീരീഡിൽ ഉള്ളതിലും കൂടുതൽ ഇൻകം ആയിരിക്കും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. അതുപോലെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ലോവർ ഇൻകം ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഅക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അവിടെ റിലേറ്റീവ്ലി ലോവർ ഇൻകം ആയിരിക്കും. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അത് കാണിക്കും, പക്ഷേ ക്യാഷ് ബേസിസിലാണെങ്കിൽ കാണിക്കത്തില്ല. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്രൂവൽ ബേസിസിൽ അവിടെ ലോവർ ഇൻകവും ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഹയർ ഇൻകവും ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ കമ്പനീസ് ആക്ട് 1956 റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് കമ്പനീസ് ആക്ടിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് വേണമെങ്കിൽ അക്കൗണ്ട്സിലൊരു മാനിപ്പുലേഷൻ നടത്താനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഉള്ള ചാൻസ് ഇല്ല. കാരണം ആക്ച്വലായിട്ട് വന്ന റെസിപ്റ്റും പേയ്മെൻറ്റും എല്ലാം നമ്മൾ കാണിക്കണം. പക്ഷേ അക്രൂവൽ ബേസിസിൽ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും
അക്രൂഡ് ഇൻകം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു മാനിപ്പുലേഷൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തൊരു മാനിപ്പുലേഷൻ നടത്താനുള്ളൊരു ചാൻസ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഉണ്ട്. നെക്സ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. Mr. Anil Roy, a junior lawyer, provides the following particulars for the year ended 31st December 2030. Fee received, salary paid, rent, magazines and journal തുടങ്ങിയ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും മിക്സഡ് ഓർ ഹൈബ്രിഡ് ബേസ്, ഈ 3 രീതിയിൽ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആക്ച്വലായിട്ട് ക്യാഷ് റിസീവ് ചെയ്തതും ക്യാഷ് പേ ചെയ്തതുമാണ് കാണിക്കുക. അപ്പോൾ ഫീസ് റിസീവ് ചെയ്തു, പിന്നെ എക്സ്പെൻസസ്, സാലറി, ഓഫീസ് റെൻറ്റ്, മാഗസിൻ, ട്രാവലിംഗ് ആൻഡ് കൺവയൻസ്, മെമ്പർഷിപ്പ് ഫീസ്, ഓഫീസ് എക്സ്പെൻസ്, അങ്ങനെ ആക്ച്വലി നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് പോയ എല്ലാ എക്സ്പെൻസും കുറച്ചു. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടി ഒരു 22,400. നെക്സ്റ്റ് അക്രൂവൽ ബേസിസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം എങ്ങനെയാണെന്ന് നോക്കാം. അക്രൂവൽ ബേസിസിൽ നമ്മൾ ഏത് പീരിയഡിലേക്കുള്ള എക്സ്പെൻസാണ് ഇൻകം ആണ് എന്ന് നോക്കിയിട്ടാണ്. ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീപ്റ്റിൻ്റെയും ബേസിസിലല്ല. അപ്പോൾ ഫസ്റ്റ് ഇൻകം സൈഡിൽ ഫസ്റ്റ് ഫീസ് റിസീവ് ചെയ്തു. ഫീസ് 60,000 റിസീവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ഉണ്ട്. ആ 60,000 ഫീസിൽ 3,000 2012 അതുപോലെ ഈ വർഷത്തെ 7,000 ഫീസ് നമുക്ക് കിട്ടിയിട്ടുമില്ല. ഫീസ് ഇൻക്ലൂഡ് 3,000 ഇൻ റെസ്പെക്ട് ഓഫ് 2012 ആൻഡ് ഫീസ് നോട്ട് എറ്റ് റിസീവ്ഡ് ഈസ് 7,000. അപ്പോൾ നമ്മൾ ഫീസ് 60,000 രൂപ റിസീവ് ചെയ്തതിൽ 7,000 രൂപ ഈ വർഷം കിട്ടാനുണ്ട്. ഈ വർഷം 7,000 രൂപ കൂടി കിട്ടാനുണ്ട്. അതുകൊണ്ട് അതും ഈ വർഷത്തെ ഇൻകമാണ്. അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്തു. അതുപോലെ അപ്പോൾ 67,000 രൂപയായി. ഇതിൽ 3,000 രൂപ 2011 ഫീസ് ഫോർ 2011 ആണ്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് കുറച്ചു. ഈ വർഷത്തെ എമൗണ്ട് അല്ല 3,000, അതുകൊണ്ട് കുറച്ചു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഒരു 64,000 രൂപ കിട്ടി. ഇനി എക്സ്പെൻസിൽ ഫസ്റ്റ് വരുന്നതാണ് സാലറി 8,000. നെക്സ്റ്റ് ഓഫീസ് റെൻറ്റ് 14,000 ആയിരുന്നു നമുക്ക് ഇപ്രാവശ്യം ക്യാഷ് പേയ്മെൻറ്റ് പോയത്. അതിൻ്റെ കൂടെ നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓഫീസ് റെൻറ്റ് ഇൻക്ലൂഡ് 4,000 ഫോർ പ്രീവിയസ് ഇയർ ആൻഡ് റെൻറ്റ് ഓഫ് 2,000 നോട്ട് എറ്റ് പെയ്ഡ്. അപ്പോൾ ഈ വർഷം നമുക്കൊരു 2,000 രൂപ കൂടി റെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്, കൊടുക്കാനുണ്ട്. അത് നമ്മൾ പേ ചെയ്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റോടെ നമ്മൾ ആഡ് ചെയ്യണം എക്സ്പെൻസിൻ്റെ കൂടെ. അപ്പോൾ ഒരു 60,000 ആയി. അതുപോലെ നമ്മൾ പേ ചെയ്ത റെൻറ്റിൽ ഒരു 4,000 രൂപ ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 12,000 ആണ് നമ്മൾ റെൻറ്റ് എക്സ്പെൻസ് കാണിക്കേണ്ടത് ഈ വർഷത്തെ. ഇനി നെക്സ്റ്റ് വരുന്നത് മാഗസിൻ ആൻഡ് ജേണൽ 1,000 തന്നെ. ട്രാവലിംഗ് ആൻഡ് കൺവയൻസ് 3,000. അത് നെക്സ്റ്റ് വരുന്നതാണ് മെമ്പർഷിപ്പ് ഫീസ് നമ്മൾ കൊടുത്തേക്കുന്നത് 2 വർഷത്തേക്കാണ്. ഒരു വർഷത്തെ അല്ല, 2 വർഷത്തെ മെമ്പർഷിപ്പ് ഫീസാണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. മെമ്പർഷിപ്പ് ഫീസ് ഈസ് പെയ്ഡ് ഫോർ 2 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ വർഷത്തെ ഇൻകം ആൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അക്രൂവൽ ബേസിസ് അനുസരിച്ച് ഈ വർഷത്തെ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ 1,600/2, അപ്പോൾ 800 രൂപയാണ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസ് 10,000 തന്നെ. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് ഒരു 34,800. ഇൻകം മൈനസ് എക്സ്പെൻസ് നെറ്റ് ഇൻകം നമുക്കൊരു 29,200. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മിക്സഡ് ഓർ ഹൈബ്രിഡ് ബേസിസിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഇൻകം നമ്മൾ ക്യാഷ് റെസീപ്റ്റ് ബേസിലാണ്. ഇപ്പോൾ കിട്ടിയ ക്യാഷ് ബേസിസിലാണ് ഇൻകം ഈ വർഷം കിട്ടിയ ക്യാഷ് റെസീപ്റ്റ് കിട്ടിയത് മാത്രം കാണിക്കും. എക്സ്പെൻസ് നമ്മൾ അക്രൂവൽ ബേസിസിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിലെ ക്യാഷ് റെസീപ്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അക്രൂവൽ ബേസിസിലെ പേയ്മെൻറ്റ്സും അതാണ് നമ്മുടെ മിക്സഡ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഇൻകം സൈഡിൽ വരുന്നത് ഫീസ് റിസീവ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും കൺസിഡർ ചെയ്യില്ല 60,000. പക്ഷേ എക്സ്പെൻസിൽ നമ്മൾ അക്രൂവൽ ബേസിസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നെറ്റ് ഇൻകം 25,200 വരും. അപ്പോൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് മനസ്സിലാവുന്നതാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ ഇൻട്രൊഡക്ഷൻ ഭാഗത്തെ പ്രോബ്ലംസിലില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.